പ്രപഞ്ചം ശാന്തമാകുന്നു. കിളികൾ കളഗോചനം മുഴക്കുന്നു. കാട്ടരുവികൾ കളകളാരവും മുഴക്കുന്നു. കാറ്റിന് കസ്തൂരിയുടെ ഗന്ധം. പൂക്കൾ വിടർന്നു നിന്നു. പുഴകൾ കവിഞ്ഞു വന്നു. പൂവാടിയിൽ വണ്ടുകൾ പാറുന്നു. തുമ്പ വിരിഞ്ഞു. തുഷാരം കൂമ്പി നിന്നു. തൂവളിച്ചം എങ്ങും പരന്നു. പൂങ്കുയിൽ പാട്ടുപാടി. ചെമ്പകം ഇതൾ വിരിച്ചു. മയിലുകൾ പീലി വിടർത്തി. പൗർണമിക്ക് ഉൾവലിയാൻ തോന്നുന്നില്ല. ഹബീബിനെ കാണാൻ വെമ്പുകയാണവർ. ഇമ്പമുള്ള മദഹുകൾ മദീനയുടെ മലർവീതിയിൽ വീണു തുടങ്ങി. മരതം മുത്തിയ മഞ്ചാടിമണികൾ മകരമഴ പോലെ മദീനയുടെ മലർവാടിയിൽ മധുശീലായി വീണു നിറഞ്ഞു. നബി തിരുമേനി മദീനയിൽ മദഹുകൾ കാത്ത് പുഞ്ചിരി തൂകിയിരിക്കുകയാണ്. ഉലകമകിലവും മദീന മലർവാടിയിലേക്ക് സ്നേഹത്തിലൂട്ടിയ പ്രകീർത്തനങ്ങൾ വന്ന് നിറക്കുകയാണ്. സ്വർഗത്തിൽ ഹൂറികൾ പാറിപ്പറക്കുന്നു. സ്വഹാബികൾ നബിക്കു ചുറ്റുമിരിക്കുന്നു. പ്രപഞ്ചം നബിയോരെ ഉറ്റുനോക്കുന്നു. പ്രകാശം പരിസരമാകെ പരിലസിക്കുന്നു. ആമിനാ ബീവി പൊന്നോമനയെ താരാട്ടുകയാണ്. കിസ്റ കൈസർ തകർന്നടിഞ്ഞ് നിലം പരുഷാകുന്നു. സവാ തടാകം വരണ്ടുണങ്ങുന്നു. പേർഷ്യൻ അഗ്നികുണ്ഡാരങ്ങൾ നിമിഷനേരം കൊണ്ട് കെട്ടടങ്ങുന്നു. അതെ, തൗറാത്തിലും ഇഞ്ചീലിലും വിശേഷിപ്പിച്ച വിശ്വവിമോചകൻ ആഗതമായിരിക്കുന്നു. അന്ധകാരത്തെ അടിച്ചമർത്തിയ അതുല്യോതിഹാസം ത്വാഹ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈന്തപ്പനകളുടെ നാട്ടിൽ ഇന്ന് മദ്ഹിന്റെ ഉത്സവമാണ്. മദീനയുടെ മരതക ദർബാറിലേക്ക്, മെഹബൂബിന്റെ മടിത്തട്ടിലേക്ക് നമുക്കും മദ്ഹിന്റെ ശീലുകൾ സമ്മാനിക്കാം. മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. മനസ്സകം കവർന്നൊരു കനീബിന്റെ പൊരുൾ ഗുരു മഹമൂദ് റസൂലെ സലാമലൈക സലാമലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി ഫിദാക യാ നസീബല്ലാഹ്. അസ്സലാമു അലൈക്കും. മക്കദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തൂകും വദനവുമായി വന്നുദിച്ചൊരു പൂമുത്ത്. അജ്ഞത മുറ്റിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത്, ഇരുളിൽ കഴിയും ദേശത്ത് അസ്സലാമു അലൈക്കും. ആദി ജ്യോതി നൂറല്ലാ, അഹ്മദ് ഹാദി ഹുബ്ബല്ലാ, ആമന്നാ ബിറസൂലല്ലാ, തഹ നബീന തഹ തഹ നബീന തഹ നബീന തഹ തഹ നബീന. അസ്സലാമു അലൈക്കും. മക്കദേശത്തൊരു നാളിൽ പിറവിയെടുത്ത പൂമുല്ല പുഞ്ചി തൂകുവദനവുമായി വന്നു ഉദിച്ചൊരു പൂമുട്ട്. അന്യമുറ്റിയ കാലത്ത് ഇരുൾ കഴിയും ദേശത്ത് അറിവിൽ നിധിയും വന്നൊരു മലയാ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. കുന്നു പാന്ന പെണ്ണായാൽ കഴിച്ചു മൂടും കാലത്ത് അന്യത്തിൽ ശാന്തമാവും കായുന്ന കടലായി എന്നൊരു. അസ്സലാമു അലൈക്കും. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്.
അസ്സലാമു അലൈക്കും. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരില്ലായിരം സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരില്ലായിരം സലാം. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. ഒളിത്തിളങ്ങിയ മണിവിളക്കതു മതിയിലുമയകെ, തെളിപകരിൻ മഹിലകില മധുരിത കനിയെ, ത്വാഹ നബിയെ മലർത്താജ നബിയെ, താരപ്രഭമേ മലർപ്പൂവിൻ അയകെ, ത്വാഹ നബിയെ മലർത്താജ നബിയെ, താരപ്രഭമേ മലർപ്പൂവിൻ അയകെ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നിങ്ങൾ വിചാരിക്കും മായാവിടെയോ ഡോറയുടെയോ കഥ ആയിരിക്കുന്നു. അതൊന്നുമല്ല, അതൊക്കെ വെറും കെട്ടുകഥകളാ. കഥയുടെ പേരാണ് ഒരു വഴിക്കൂടെ നടന്നു പോകുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്തട്ടി അകലിൽ പാൽ നിറഞ്ഞെടുക്കുന്ന ഒരു മാനിനെ കണ്ടു. നെ കണ്ടപ്പോൾ യാ റസൂലല്ലാഹ്, ഇതിൻ്റെ അകടിയിൽ പാൽ നിറഞ്ഞിരിക്കുന്നു. കാട്ടിൽ എൻ്റെ മക്കൾ പാൽ വിശന്ന് കഴിയുകയാണ്, അങ്ങ് ജാമ്യം നിൽക്കണം. ഇത് കണ്ട ചോദിച്ചു, വീട്ടുകാരൻ ചോദിച്ചു. വേഗം ഓടിപ്പോയി മാൻ പാൽ കൊടുത്തു വന്നു. ഇത് കണ്ട ദയ തോന്നി. വിലക്ക് വാങ്ങി വേഗം കാട്ടിലേക്ക് വന്നു വിട്ടു. ഈ കൊച്ചു കഥ നടത്തുന്ന അസ്സലാമു അലൈക്കും. പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. മണിമുത്ത് രാജാ താജ് ലംബിയ തങ്കമദന്നിധിയോദിയായി, അന്തിയുറങ്ങും ചന്തം കുന്തിയ സ്നേഹമിതച്ച സലാത്തോദാൻ. വിധി തരൂ എനി തുണ തരൂ, വിധി തരൂ എനി തുണ തരൂ, അധിപതി രാജാ സുബ്ഹാനേ. ഐതിലേത നിതച്ചൊരു പതിയായി കനക സുബന മദീനയില. ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹ്മത്ത് ചിന്തും പദമതച്ച്, സ്വർഗത്തിൻ തോപ്പായി തിരുനബി അരും റൗളക്കും മിമ്പരിടയിൽ നാദ. നിന്നിലായി സുജൂദിടുവാനും ഭാഗ്യമേക് പെരിയോനെ, നിന്നിലായി സുജൂദിടുവാനും ഭാഗ്യമേക് പെരിയോനെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മക്കദേശത്തൊരു നാളിൽ പിറവിത്തൊരു പൂമുല്ല, പുഞ്ചിരി തൂകും വദനവുമായി അന്നുദിച്ചു പൂമുത്ത്. അജ്ഞത മുത്തിയ കാലത്ത് ഇരുളിൽ കഴിയും യശത്ത്, അറിവിൻ നിധിയം വന്നൊരു മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. കുഞ്ഞു പിറന്നത് പെണ്ണായാൽ കുഴിച്ചു മൂടും കാലത്ത്, കാരുണ്യത്തിൻ സന്ദേശവുമായി കരുണക്കടലൊരു കമാർ. മക്കദേശത്തൊരു നാളിൽ പിറവിയെടുത്തു പൂമുല്ല, പുഞ്ചിരി തൂകും വദനവുമായി അന്നുദിച്ചൊരു
അജ്ഞത മുത്തിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത് അറിവിൻ നിധിയെന്നൊരു മലരെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാൻ്റെ തേൻമോനെ, എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാൻ്റെ തേൻമോനെ. മക്കയിൽ എല്ലാവർക്കും അൽ അമീന്, മണ്ണിലെ റഹ്മത്തുൽ ആലമീന്. മുത്ത് മുഹമ്മദ് റസൂലെ, കൽബിൽ സത്തായ താ റസൂലെ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാൻ്റെ തേൻമോനെ. മദീന റൗളയിൽ മയങ്ങിടുന്ന മതിപോലൊളിലങ്ങും പൂമുഖമേ, എന്നും എൻ കിനാവിൽ വരണേ നബിയ, ചുണ്ടുകൊണ്ടൊരു മുത്തം തരണേ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാൻ്റെ തേൻമോനെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൻ തലിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമത വാഹകര പൊലിവർ. സൂര്യനുദിക്കാ ദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിൻ വാഹകര പൊലിവർ. ഈന്തപ്പനയോലെ ചോട് ഹബീബരെ ഓരത്തവരിരുന്നു ജീവിതമാനബിയോരിലും നൽകി കരം പിടിച്ചേർന്നടന്നു. ചുടുമണലിൽ വിലപിച്ചു ഹബീബരെ സവിധമില്ലവരണയും. അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും. ചുടുമണലിൽ വിലപിച്ചു ഹബീബരെ സവിധമില്ലവരണയും. അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൻ തലിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിൽ വാഹകര പൊലിവർ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിൻ വാഹകര പൊലിവർ. അസ്സലാമു അലൈക്കും. മദീനത്ത് മയങ്ങുന്ന മരതകം വിളങ്ങുന്ന മഹബൂബ് നബിയേ സലാം അലൈക, സലാം അലൈക. മദീനത്ത് ദീനത്ത് മയങ്ങും മരതകമായി വിളങ്ങും മഹബൂബ് നബിയേ സലാം അലൈക, സലാം അലൈക. അസ്സലാമു അലൈക്കും. മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലല്ല, തിരുദൂതറിയെന്നും എന്നുടെ കൽബിലാ. തിരുദൂതറിയെന്നും എന്നുടെ കൽബിലാ. മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നത്തും നബിയുടെ പുക പാടിത. വിരുന്നത്തും നബിയുടെ പുക പാടിത. മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലല്ല, തിരു
തിരുദൂതരെന്നും നുടെ കൽബില തിരുദൂതരെന്നും നുടെ കൽബില. അസ്സലാമു മാസം റബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മഹബൂബിൻ മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ ദഫിൻ താളത്തിനൊത്തു കുസുമാ പൂക്കൾ വിരിഞ്ഞല്ലോ. മാസം റബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തിയറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തിയറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നേർവഴിക്കായി മാതൃക ഇവര് നെഞ്ചൽ സ്വർഗപ്പൂമലര്. റബ്ബ് വാഴ്ത്തിയ സ്നേഹനിലാവ് ഉപ്പിലൊഴുകും തെളിനീര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. മാസം റബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. അസ്സലാമു അലൈക്കും. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂത പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയിലായിരം സലാം. യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയിലായിരം സലാം. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂത പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ത്വാഹ ജനിച്ചതല്ലേ. ഒളിത്തിളങ്ങിയ മണിവിളക്കത് മതിയിലുമാകെ തെളിപ്പകർന്നിടും മഹീലകില മധുരിത കണിയെ. ഒളിത്തിളങ്ങിയ മണിവിളക്കത് മതിയിലുമാകെ തെളിപ്പകർന്നിടും മഹീലകില മധുരിത കണിയെ. ത്വാഹ നബിയെ മലർത്താജ നിധിയെ താരപ്രഭയോ തളിപ്പൂവിനകെ. ത്വാഹ നബിയെ മലർത്താജ നിധിയെ താരപ്രഭയോ തളിപ്പൂവിനകെ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂത പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ത്വാഹ ജനിച്ചതല്ലേ. സുഗതസരണി സുവനധരണി സുലഭമലവണി തെളിച്ചിടുമതി ലയിച്ചിടുമതി കതിരൊളി വരാം നബി. സുഗതസരണി സുവനധരണി സുലഭമലവണി തെളിച്ചിടുമതി ലയിച്ചിടുമതി കതിരൊളി വരാം നബി. ഹൈറുൽ ബശർ നബി ഹാത്തിം നിധിയെ അല്ലാ കുടയോൻ പ്രിയമേറും അതിയെ. ഹൈറുൽ ബശർ നബി ഹാത്തിം നിധിയെ അല്ലാ കുടയോൻ പ്രിയമേറും അതിയെ. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂത പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയിലായിരം സലാം. യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയിലായിരം സലാം. യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയിലായിരം സലാം. യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിമുൻ നബിയിലായിരം സലാം. ഹാത്തിമുൻ നബിയിലായിരം സലാം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. നബിദിനത്തോടനുബന്ധിച്ച് പ്രൗഢമായ ഈ വേദിയിൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം.
ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. വിസ്മയിപ്പിച്ച വിരുന്ന് സൽക്കാരം. ഇതാണ് എൻ്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്, അതിശക്തമായ വിശപ്പും സഹിച്ച് യുദ്ധമുഖത്ത് അവർ കിടങ്ങ് കീറുകയാണ്. ഈ രംഗം കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തെന്നോ കൂട്ടുകാരെ? വേഗം ഒരു ആട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പും മാവും സംഘടിപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടെയുള്ള വിളിയായിട്ട് വേഗം ഭർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശക്കുന്നു. നീ വേഗം പോയി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു കത്തിമൂർച്ചയാക്കി ആടിനെ അറുത്തു. അതിവേഗം തിരുനബിയെ ക്ഷണിക്കാൻ അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ റളിയല്ലാഹു അറിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്ന് കൂട്ടുകാരെ? ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്ത രംഗം തൻ്റെ 4ഉം 2ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കി കണ്ടിരിക്കുന്നു. മൂത്ത മകൻ അനിയനോട് ചോദിച്ചു, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ? എന്താണ് അറവെന്നും എന്താണ് മരണമെന്നും ഒന്നും നിശ്ചയമില്ലായിരുന്നു. പിഞ്ചു മക്കളാണല്ലോ അവർ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തതുപോലെ മൂത്ത മകൻ ഇളയ മകനെ മലർത്തി കിടത്തി അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തൻ്റെ പിഞ്ചു കൈത്തിൽ നിന്ന് നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി. പേശികൾ വലിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കയെ ദയനീയമായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ മൂത്ത മകൻ തിടുക്കത്തിൽ അവിടം വിട്ടോടി. ഓടുന്നയിടയിൽ മറ്റൊന്നും കൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. ഇന്നാലില്ലാഹ്, ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിൻ്റെ ഇരുൾ നിറഞ്ഞ പാതയിലേക്ക് ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. എങ്ങനെ താങ്ങുമിത്? സ്നേഹനിധിയായ ഉമ്മ സുഹൈല ബീവി റളിയല്ലാഹു അൻഹ ഇതെങ്ങനെ താങ്ങും? ഇല്ല, ലോകത്ത് ഒരു ഉമ്മക്കും ഇത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. സുഹൈല ബീവി റളിയല്ലാഹു അൻഹ ആകെ ബേജാറായി. കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്ന സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് പ്രവാചകനോടുള്ള ഇഷ്കോളം വെട്ടുന്നു. അത് തീരങ്ങളെ ചുംബിക്കുന്ന തിരുമാലകളെ പോലെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് വാരി പുണർന്നപ്പോൾ ഒരു തരത്തിലൊക്കെ ക്ഷമ. ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേൾക്കുന്നത്. സുഹൈല, ഓ സുഹൈല. ആ വിളി അങ്ങ് കേട്ടതോടെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ഒരു കുളിര് വീശി. പ്രവാചകനോടുള്ള പ്രേമത്തിൻ്റെ കുളിര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷ്യങ്ങൾ കഴിക്കാൻ എടുത്തു വെക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാൻ ഇരിക്കുകയും ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചോദ്യം, എവിടെ ജാബിർ, നിന്റെ മക്കൾ? ജാബിർ റളിയല്ലാഹു അൻഹു സുഹൈല ബീവി റളിയല്ലാഹു അൻഹയോട് മക്കളെ ചോദിച്ചു. മക്കൾ എവിടെ? വിഷയം മാറ്റാൻ പലതരത്തിലും സുഹൈല ബീവി റളിയല്ലാഹു അൻഹ ശ്രമിച്ചു. വീണ്ടും വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ ചോദിക്കുകയാണ്. ഒടുവിൽ ആ സത്യം സുഹൈല ബീവി റളിയല്ലാഹു അൻഹ സങ്കടത്തോടെ പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന ജാബിർ റളിയല്ലാഹു അൻഹു കാര്യങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവതരിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. യബ്നാ ജാബിർ, ജാബിറിന്റെ 2 മക്കളെ വരൂ. അത്ഭുതം, അത്യത്ഭുതം. ചോരയിൽ പുതച്ചു മൂടിയ 2 മക്കൾ അതാ എഴുന്നേറ്റ് വരുന്നു. അത് അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെ വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് സാക്ഷിയായി. കൂട്ടുകാരെ, ആരംഭ പൂവിനോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം ഈ കഥയിലൂടെ നമുക്ക് എല്ലാവർക്കും വായിച്ചെടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല
സുഹൈല ബീബി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മദീനത്തെ മലർമണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ട്. മനം നീറെ കരഞ്ഞാരെ മധുര സ്നേഹം നുണഞ്ഞാരെ മദദിനായൊരു മദ്ഹ് ഗാനം ജ്ഞാനമോരണ്ട്. മധുരമാണെന്നറിഞ്ഞാരെ മദദ് പലരും പറഞ്ഞാരെ മഹബത്തിൻ അഹ്ലായിടാനൻ കൽബകം വീണ്ട്. ത്വയ്ബ മിനാരത്തിൻ ചിത്രങ്ങളൻ മനം നിത്യകിന കണവേ ത്വഹായി പാപത്തിൻ കനവിലൊരു ദിനം എത്തു ഞാൻ കാത്തിടവേ. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് നിഷാൻ. മദീന റൗളയിലല്ല മക്ക മരുഭൂമിയിലുമല്ല തിരുദൂതറിയെന്നും എന്നുട കൽബില തിരുദൂതറിയെന്നും എന്നുട കൽബില മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോടെ പുകൾ പാടിരാം വിരുന്നെത്തും നബിയോടെ പുകൾ പാടിരാം. ഹജറും ഷജറും ജമലും സർവ്വതും നബിയോടത്തിരി സംഗമിച്ചു നബിയോടത്തിരി സംഗമിച്ചു. മലക്കുകളും ജിന്നും ഇൻസും പല പേർ സവിധത്തിൽ സംഗമിച്ചു. ആ പുകളോതാൻ കോടി ജനം ഒന്നിച്ചെന്നാലും മദീന റൗളയിലല്ല മക്ക മരുഭൂമിയിലുമല്ല തിരുദൂതറിയെന്നും എന്നുട കൽബില തിരുദൂതറിയെന്നും എന്നുട കൽബില മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോടെ പുകൾ പാടിരാം വിരുന്നെത്തും നബിയോടെ പുകൾ പാടിരാം. ഹജറും ഷജലും ചുമരും സർവ്വതും നബിയോടത്തിരി സംഗമിച്ചു നബിയോടത്തിരി സംഗമിച്ചു. ആ പുകളോതാൻ കോടി ജനം ഒന്നിച്ചെന്നാലും. അസ്സലാമു അലൈക്കും. മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മഹബൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത് മഹബൂബെ അങ്ങോടുണ്ട് ഏറെ മുഹബ്ബത്ത്. മുല്ലപ്പൂ മണം വീശും നാട്ടിലെത്താനാജത്ത് ആലമിന്നാതിൻ്റെ ഇഷ്ടാബീബ് തെളിഞ്ഞു ആമിനാ ബീബിയുടെ പൂമകനായി പിറന്നു. ആരിലും സ്നേഹത്തിൻ നിറകുടമായി നിറൻ അല്ലമീൻ എന്നൊരു പേരിൽ മുത്ത് റസൂൽ വളർന്നു. ആ ബീബിനായി ചൊല്ലാം സലാത്ത് ആ നിലാവിനായി അരുളാം സലാത്ത് സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ല. മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മഹബൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത് മഹബൂബെ അങ്ങോടുണ്ട് ഏറെ മുഹബ്ബത്ത്. മുല്ലപ്പൂ മണം വീശും നാട്ടിലെത്താൻ. അസ്സലാമു അലൈക്കും. ആദരക്കനി മരം ത്വഹ റസൂലേ ആസരം വരും വരം ഹൈറാം സബീലെ ആലമീൻ അനുഗ്രഹ നൂറെ കമാലേ ആലമുൽ ഹുദാനിധി ലംഘും ജമാലെ ആലമീൻ അനുഗ്രഹം നൂറെ കമാലേ ആലമുൽ ഹുദാനിധി ലംഘും ജമാലെ. ആദരക്കനി മരം ത്വഹ റസൂലേ ആസരം വരും വരം ഹൈറാം സബീലെ ആലമീൻ അനുഗ്രഹം നൂറെ കമാലെ ആലമുൽ ഹുദാനിധി ലംഘും ജമാലെ. നബി നബി
നബി നബി ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ പ്രവാചക കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം വിധാനം ആദരക്കനിമരം ത്വാഹ റസൂലേ ആസരം വരും വരം ഹൈറാം സബീലെ ആലമീൻ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലംഘും ജമാലേ. അസ്സലാമു അലൈക്കും. മാസറബി ഇൻസുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകളാനന്ദത്താളെ ദഫിൻ താളത്തിനൊത്തു കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. മാസറബി ഇൻസുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തു എറിഞ്ഞൊരു കാലത്ത്, സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തു എറിഞ്ഞൊരു കാലത്ത്, സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നിർവഹിക്കായി മാറുക ഇവര് നെഞ്ചിൽ സ്വർഗപ്പൂ മലര്, റബ്ബ് വാഴ്ത്തിയ സ്നേഹ നിലാവ് ഹുബിലൊഴുകും തെളിനീര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീഹല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീഹല്ലാഹ്. മഹിളുകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ്, മാനവർക്കെല്ലാം തുല്യനീതിയിൽ മാനവതേകിയ മാനിതര്. അസ്സലാമു അലൈക്കും. കതിരൊളിയാം കനകദീപം ഖാതിമുൻ നബിയേ, കതിരൊളിയാം കനകദീപം ഖാതിമുൻ നബിയേ, കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ, ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ, ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ. മക്കപതിയിലന്നതാ മക്കപതിയിലന്നതാ, മുഖ്യ ഖുറൈശി വീട്ടിൽ വന്നതാ, ഹക്കൊളി ദീപം കൊണ്ടതാ. ആകാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ളാഹ്, ആരും കൊതിക്കും തന്നലോ ഹബീബുള്ളാഹ്, വൈദൂരക്കുന്നില മഞ്ചരിയോ ഹബീബുള്ളാഹ്, വർണ്ണനയിൽ പാൽക്കടലാണോ ആകാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ളാഹ്, വൈദൂരക്കുന്നില മഞ്ചരിയോ ഹബീബുള്ളാഹ്, വർണ്ണിക്കാനാവുകയില്ലല്ലോ. അസ്സലാമു അലൈക്കും. മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലുമല്ല, തിരുദൂതർ എന്നും എന്നുടെ കൽബിലാ, തിരുദൂതർ എന്നും എന്നുടെ കൽബിലാ. മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം, വിരുന്നെത്തും നബിയോരെ പാടിടാം. ഹജറും ഷജറും ജമലും സർവ്വത് നബിയോടൊത്തിരി സംവദിച്ചു, നബിയോടൊത്തിരി സംവദിച്ചു.
മലക്കുകൾ ജിന്നും ഇൻസും പല തിരുസവിധത്തിൽ സംഗമിച്ചു അസ്സലാമു അലൈക്കും. മദീനത്ത് മലർമണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ട്. മനം നീറെ കരഞ്ഞാരെ മധുര സ്നേഹം നുണഞ്ഞാരെ മദദിനായൊരു മദ്ഹ് ഗാനം ജ്ഞാനമോരണ്ട്. മധുരമാണെന്നറിഞ്ഞാരെ മദദ് പലരും പറഞ്ഞാരെ മഹബത്തിൻ അഹ്ലായിടാനൻ കൽബകം വീണ്ട്. ത്വയ്ബ മിനാരത്തിൻ ചിത്രങ്ങളൻ മനം നിത്യകിന കണവേ ത്വഹായി പാപത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. അസ്സലാമു അലൈക്കും. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. ഇത് ത്വാഹ റസൂലിൻ വാക്ക്, ആ വാക്കിനാണ് ഊക്ക്, അത് ലോകക്കാരെ കേൾക്ക്, അതിലാണോ ശിഫയോർക്ക്. ഇത് ത്വാഹ റസൂലിൻ വാക്ക്, ആ വാക്കിനാണ് ഊക്ക്, അത് ലോകക്കാരെ കേൾക്ക്, അതിലാണോ ശിഫയോർക്ക്. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. പുഞ്ചിരിയില ധർമ്മ ചൊല്ലി ലോകത്തിൻ നേതാവേ, ചിന്തകൾക്ക് പ്രകാശമേകി നൂറ്റാണ്ടിൻ ജേതാവേ. നേര് തേടാൻ ഹദീസുകൾ പരതി നോക്കൂ, കണ്ടിടും ഏത് കാലവും പ്രോജ്വലിക്കും തിരുവിമോചന പാടങ്ങൾ. ചോരമണക്കും എറിയിൽ തിളക്കും മനുഷ്യ മനസ്സിന് ഇണക്കുവാൻ വഴിയുണ്ട്. നീതി പരത്തും സ്നേഹം നിറയ്ക്കും തിരുഹബീബിന് വാക്കിന് മൂർച്ചയുണ്ട്. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ആദര കനിമരം ത്വഹ റസൂലെ, ആസരം തരും വരം ഹൈറാം സബീലെ, ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ, അലമുൽ ഹുദാനിധി ലംഘും ജമാലെ. ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ, അലമുൽ ഹുദാനിധി ലംഘും ജമാലെ. ആദര കനിമരം ത്വഹ റസൂലെ, ആസരം തരും വരം ഹൈറാം സബീലെ, ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ, അലമുൽ ഹുദാനിധി ലംഘും ജമാലെ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ. പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം, പ്രവാചക പ്രഭുവേ പ്രചോദനം പിരാനം. പ്രവാമയം പ്രവണം പ്രപഞ്ചനിദാനം, പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം. മക്കാബക്കൂർ മിക്ക ഹക്കിലതിർപ്പം പങ്കീശം മികവാ, മിക്കൂർ സുഗീർദപ്പൻ ചൗക്കിലതിർപ്പം പങ്കോശം മികവാ. തികമികവാലതി ബാധറൊത്തൻ ബാധനം ശോഭ, തൈശൊടി പുസ്തി കോതിയൊത്ത ജമാനം ശാബ. മമതകനീരും സുന്ദരീരും പോരോളാനിന്നെ, മനമതിലെങ്കും അപരങ്ങൾ ഉണർന്നേ ചിന്ത. ചിന്ത പിറന്ന് നടന്നവരൊക്കൻ ബൈത്തുടവാനെന്നേനി
മിക്കൂർ സുഹൃതപ്പൻ ചൗക്കിലതിർപ്പം പങ്കോശം തികവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, ഇന്ന് റബീഉൽ അവ്വൽ 12. അണ്ടകടാഹത്തിലെ സകല ചരാചരങ്ങളും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നെറുകിലെത്തി നിൽക്കുന്ന സുദിനം. ഇത്തരം ഒരു പൊൻപുലരിയായിരുന്നുവല്ലോ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചത്. അക്രമങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന കാലം. പിറന്നു വീണ കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ മാതാപിതാക്കളുടെ മുഖഭാഗം മാറുകയായി. സന്തോഷത്തിന്റെ പൂമാലകൾ കളിയാടേണ്ട മുഖങ്ങൾ ദുഃഖസാന്ദ്രമാവുകയായി. കുഞ്ഞിമോളുടെ ആ പൊൻശരീരം ജീവനോടെ കുഴിച്ചുമൂടുകയായി. ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കേണ്ട കാലം ഇവിടെയാണ്. നന്മയുടെ, സ്നേഹത്തിന്റെ, ലാളിത്യത്തിന്റെ ദൂതുമായി വിഷവിമോചകൻ ഉദയം ചെയ്തത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വെളുത്തവനെയും കറുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. സ്ത്രീകളെ സമൂഹത്തിന്റെ ശാപമായി കണ്ടിരുന്ന കാലത്ത് നിങ്ങളിൽ ഏറ്റവും വില മതിക്കാനാവാത്ത സ്വത്ത് സ്വാലിഹായ പെണ്ണാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ അനുയായികളാണ് എന്നതിൽ നാം അഭിമാനം കൊള്ളണം. അവിടുത്തെ ജീവിതം നാം മാതൃകയാക്കണം. നബിയെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു മരിക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസറുമായി കുടിക്കാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള ഉസ്താദുമാരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാം. ഞാൻ പറയുന്ന കഥ പൊള്ളിമാൻ്റെ കഥയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വയലിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ മുൻപിലെത്തി. ആ വീടിൻ്റെ മുറ്റത്ത് അകിടിൽ പാൽ നിറഞ്ഞ് പുള്ളിമാനെ കെട്ടിയിട്ടത് കണ്ടു. ആ പൊള്ളിമാൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ 2 കുട്ടികൾ കാട്ടിൽ വിശന്ന് പൊരിയുകയാണ്. ഞാൻ അവർക്ക് പാൽ കൊടുത്തു വരാം. അങ്ങ് ജാമ്യം നിൽക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടുകാരോട് പറഞ്ഞു, ആ മാനിനെ അയച്ചു വിടാൻ. എന്നപ്പോൾ ആ സാധുവായ മൃഗം കാട്ടിലേക്ക് ഓടിപ്പോയി ആ കുട്ടികൾക്ക് പാൽ കൊടുത്ത ശേഷം തിരിച്ചു വന്നു. ദയാലുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനിനെ കാട്ടിലേക്ക് തന്നെ അയച്ചു വിട്ടു. ഇത്രയും പറഞ്ഞ് എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആരംഭപ്പൂവ രാമുത്തി ഉടെ അതിരത്തിൽ നീയത്താ നമ്മൾക്ക് തൗഫീഖ് ഏകല്ല. മുത്തിലും മുത്ത മുത്തി നബിയുടെ അതിരത്തിൽ നീയത്താ നമ്മൾക്ക് തൗഫീഖ് ഏകല്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മദീനത്ത് മഴങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക, സലാം അലൈക. മനസ്സകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മെഹബൂബ് റസൂലെ സലാം അലൈക, സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി ഫിദാക യാ നസീബല്ലാഹ്, റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി
ഫിദാക യാ നസീബല്ലാ. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക. അസ്സലാമലൈക്കും. മഷഹൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമനീയ റൗള ശരീഫിൽ പൊലിവായി മുളങ്ങും നിലാവേ. മഷഹൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമനീയ റൗള ശരീഫിൽ പൊലിവായി മുളങ്ങും നിലാവേ. മഴവില്ലിൻ മൊഞ്ചതുമായി ജ്വലിക്കുന്ന വദനവുമായി മണ്ണിൽ പിറന്ന നിലാവേ. മഴവില്ലിൻ മൊഞ്ചതുമായി ആദര കണിമരം ത്വാഹ റസൂലേ. ആസരം തരും വരം ഹൈറാൻ സബീലെ. ആലമീൻ അനുഗ്രഹം നൂറേ കമാലേ. അലമിൽ ഹുദാനിധി ലെങ്കും ജമാലെ. ആദര കണിമരം ത്വാഹ റസൂലേ. ആസരം തരും വരും ഹൈറാൻ സബീലെ. ആലമീൻ അനുഗ്രഹം നൂറേ കമാലേ. അലമിൽ ഹുദാനിധി ലെങ്കും ജമാലെ. അസ്സലാമു അലൈക്കും. മക്ക എന്നൊരു നാടുണ്ട്, മക്കയിലെത്താൻ കൊതിയുണ്ട്. മക്കയിൽ റബ്ബിൻ വീടുണ്ട്, മുന്തിയ സംസം കിണറുണ്ട്. സഫയും മറുവയും കുന്നുണ്ട്, കാണാൻ പൂതി വരത്തുണ്ട്. മക്കയിലെത്താൻ എല്ലാവർക്കും ഭാഗ്യം തരണേ യാ അല്ലാ. അസ്സലാമു അലൈക്കും. യാ ശബാബി താൽ യാ ശബാബി താൽ യാ ശബാബി താൽ യാ ശബാബി താൽ മദാ തജ്നി ഇലാ ഐശി യസ്ലു അദാ غير تمشي الساعة لا له سلم وها. ماذا تجني إلى عيش يصل أدا غير تمشي الساعة لا له سلم وها. ويلا ويلا آيا ويلا ويلا آيا ويلا ويلا آيا يا شبابي تا يا شبابي تا يا شبابي تا يا شبابي تا يا soy سوك في بطني يا soy سوك في بطني يا soy جوجو نفسك لي بطني يا soy جوجو نفسك لي بطني يا سلل بك في أخبارك عيب لك في أعمالك ليس الهيوم قد أبنتها ليس الهيوم قد أبنتها دابوبا قد أرشدنا دابوبا قد أرشدنا يا അസ്സലാമു അലൈക്കും. മക്കാദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തൂകും വദനവുമായി വന്ന് ഉദിച്ചൊരു പൂമുത്ത്. അഗ്നിതമുറ്റിയ കാലത്ത് ഇരുളിൽ കയ്യും ദേശത്ത് അളവിനിധിയായി വന്നൊരു മലരിൽ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. കുഞ്ഞ് പിറന്നത് പെണ്ണായാൽ കുഴിച്ചു മൂടും കാലത്ത് കാരുണ്യത്തിൻ സന്ദേശവുമായി കരുണക്കടലായി വന്നൊരു കമൽ. അസ്സലാമു അലൈക്കും. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം,
ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള വൈദൂരക്കും നിലമഞ്ചറിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർദ്ധനയിപ്പാൽ കടലാണ് ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള വൈദൂരക്കും നിലമഞ്ചറിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. പാലഞ്ചും ചിരിയല്ലേ പരിശുദ്ധ നിറമല്ലേ പവിഴം പോൽ മക്കയിലെങ്കും പൂമോനെ കണ്ടില്ലേ. പാലഞ്ചും ചിരിയല്ലേ പരിശുദ്ധ നിറമല്ലേ പവിഴം പോൽ മക്കയിലെങ്കും പൂമോനെ കണ്ടില്ലേ. ആമിന ബീവിക്കല്ല ഓമനയാക്കിയ മുല്ല വെണ്ണുലകങ്ങൾ വരവേറ്റിയ മുത്ത് റസൂലുള്ള യാ മുത്ത് ഹബീബല്ല. പാലഞ്ചും ചിരിയല്ലേ പരിശുദ്ധ നിറമല്ലേ പവിഴം പോൽ മക്കയിലെങ്കും പൂമോനെ കണ്ടില്ലേ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഈ പവിത്രമായ സുന്നത്തിൽ നിങ്ങളോട് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഭാഗ്യം തന്ന അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അള്ളാഹും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ഓ സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുക. നാം ചിന്തിക്കണം, ഇതിൽ അള്ളാഹു പറയുന്നത് ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. അപ്രകാരം അള്ളാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, നോമ്പ് നോൽക്കുന്നു, നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പല ഇബാദത്തുകളും ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും സ്വലാത്തിന്റെ രീതിയല്ല. സ്വലാത്ത് ചൊല്ലൽ എന്നത് ആദ്യം അള്ളാഹു ഏറ്റെടുത്ത ദൗത്യമാണ്, പിന്നെ അവൻ്റെ മലക്കുകളും. അതിനുശേഷമാണ് നമ്മോട് കൽപ്പിക്കുന്നത്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സ്വലാത്ത് ചൊല്ലുന്നതിലെ ഗുണവും ശ്രേഷ്ഠതവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അടുത്തവർ സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഏറ്റവും നല്ല വഴിയുമാണ് സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലുന്നതും റബ്ബിൻ്റെ പ്രീതി കൈവരിക്കാൻ ഏറ്റവും നല്ല വഴിയുമാണ്. നാം കാണാത്തതും കേൾക്കാത്തതും വർണ്ണിക്കാൻ കഴിയാത്തതുമായ പല രഹസ്യങ്ങളും സ്വലാത്തിലുണ്ട്. അത് ലഭിക്കണമെങ്കിൽ നാം നാവുകൊണ്ട് സ്വലാത്ത് ഉച്ചരിച്ചു പറയുക തന്നെ വേണം. അതിന് നാഥൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. നൂറിലും നൂറാനൻ കദളി താജ നേരിലെ നായകനാണൻ തിങ്കസിറാജ. നൂറിലും നൂറാനൻ കദളി താജ നേരിലെ നായകനാണൻ തിങ്കസിറാജ. പാവിലെ പൂവരു വജവല്ലേ പാവൻ റബ്ബിൻ നജവല്ലേ. പാവിലെ പൂവരു വജവല്ലേ പാവൻ റബ്ബിൻ നജവല്ലേ. പൂമുഖം കണ്ടിടുവാ ഈ മണം വന്നിടുമോ. പൂമുഖം കണ്ടിടുവാ ഈ മണം വന്നിടുമോ. മഹദേ മദീന മഹദേ മദീന മഹദേ മദീന മഹദേ മദീന. നൂറിലും നൂറാനൻ ത്വാഹ കദളി താജ നേരിലെ നായകനാണൻ തിങ്കസിറാജ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റബീഉൽ അവ്വൽ 12 മാനുഷിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ മനോഹരമായ ദിനമാണിന്ന്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നാണ് നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം.
ലോകത്തിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു പോയെങ്കിലും അവരെക്കാൾ ശ്രേഷ്ഠമായതാണ് നമ്മുടെ മാണിക്യക്കല്ല്. മറ്റ് നബിമാരുടെ സമുദായത്തെക്കാൾ ശ്രേഷ്ഠമായതാണ് നമ്മുടെ നബിയുടെ സമുദായം, നാമും നിങ്ങളും തന്നെയാണ്. തീർന്നില്ല, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്നീ വേദഗ്രന്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠവും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതുമായ ജബലുന്നൂറിലെ ഇറാ ഗുഹയിൽ വെച്ച് നമ്മുടെ മാണിക്യക്കല്ലിന് ഇറങ്ങിയ വിശുദ്ധ ഖുർആനുൽ ശരീഫ് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കാരണം നാം അള്ളാഹുവിന്റെ പ്രിയ ഹബീബിന്റെ അനുയായികളാണ്. അല്ലാഹ് നാളെ മഹ്ശറയിൽ നഫ്സി നഫ്സി എന്ന് വിലപിക്കുമ്പോൾ ബന്ധങ്ങളുടെയോ അധികാരത്തിന്റെയോ പവറെല്ലാം നഷ്ടപ്പെടുന്ന ആ സമയത്ത് എൻ്റെ ഹബീബിന്റെ കൂടെ, അവിടുത്തെ അനുയായികളുടെ കൂടെ, അവിടുത്തെ ശഫാത്ത് കിട്ടിയ സ്വർഗീയ ലോകം ലഭിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അനശ്വരമായ ഈ ലോകത്ത് ഞങ്ങളുടെ റസൂലിന്റെ സമുദായമാക്കിയ പോലെ നാളെ പരലോകത്തും ഞങ്ങളെ റസൂലിന്റെ കൂടെ അണിചേർക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഹിർ ദേവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നീലനിലവാനിന്നൂറ റൂഹിലലിയുന്ന രാജ മുത്ത് ത്വാഹ ത്യാഗമലരായ മൗല മണ്ണിലെ മദീന മോഹം പുണ്യമുറങ്ങുന്ന ഗേഹം കണ്ണിനയകാം ഏറെ ഇഷ്കിന്ന് തൂകാം മന്ദഹാസം ഇന്ദുലാസം ചന്ദമവരാനുശ്വാസം തന്നെ വചനം ചൊല്ലിവദനം. അസ്സലാമു അലൈക്കും. ആദരെ കണിമരം ത്വഹ റസൂലെ ആസ്വരം തെരുവരം ഹൈറാൻ സബീലെ ആലമിൽ അനുഗ്രഹം നൂറെ കമാലേ ഹലമിൽ ഹുദാനിധി ലംഘും ജമാലി. ആദരെ കണിമരം ത്വഹ റസൂലി ആസ്വരം തെരുവരം ഹൈറാൻ സബീലി ആലമിൽ അനുഗ്രഹം നൂറെ കമാലേ ഹലമിൽ ഹുദാനിധി ലംഘും ജമാലി. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ പ്രഭാവയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രസോദനം നിദാനം. ആദരെ കണിമരം ത്വഹ റസൂലി ആസ്വരം തെരുവരം ഹൈറാം സബീലി